പാവനാരൂപിയേ എന്നിൽ പടരണമേ. ആത്മാവിനെ അയക്കേണമേ എന്നകതാരിതാ ഒരുങ്ങി. വൻകൃപകൾ ചൊരിയണമേ എന്നെ അഭിഷേകം ചെയ്യണമേ. പാവനാത്മാവേ എന്നിൽ നിറയണമേ. പാവനാരൂപിയേ എന്നിൽ പടരണമേ. സഭയ്ക്ക് 3 അവസ്ഥാഭേദങ്ങളുള്ളത്. ഏതൊക്കെയത്? സഭയുടെ 3 അവസ്ഥകൾ. ഒന്ന്, ഇവിടുത്തെ സഭ. സമരസഭ എന്നാ പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, വേദപാഠം പഠിച്ചുകൊണ്ടിരുന്നപ്പം. ഇപ്പോൾ അതിനെ സമരസഭ എന്ന് പറയാറുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷേ തീർത്ഥാടക സഭ എന്നാ കൂടുതൽ ഇപ്പം അങ്ങനെ വിനിയോഗിക്കപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർത്ഥാടക സഭ അതൊരു കൃത്യമായ പദവുമാണ്, മറ്റത് മോശമെന്നല്ല. എന്നാലും തീർത്ഥാടക സഭ എന്നുള്ളതാ കൂടുതൽ ശരിയായ ഒരു നാമവിശേഷണം. എന്തുകൊണ്ടെന്നാൽ ഇപ്പം നമ്മൾ മലയാറ്റൂർക്ക് തീർത്ഥാടനം പോകാന്നിരിക്കട്ടെ. അങ്ങനെ പോകുന്ന വഴിക്ക് പുല്ലൂരാമ്പാറ എന്നുള്ള വണ്ടിക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പോയി കോഴിക്കോട്ട് ചെന്നപ്പോഴാണ് എക്സിബിഷൻ കണ്ടത്. മലയാറ്റൂർ അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ തൽക്കാലം എക്സിബിഷൻ കാണാം എന്ന് നിങ്ങൾ വിചാരിക്കുമോ? ഇല്ല. ഹൃദയത്തിനകത്ത് പൊന്നും കുരിശ് മുത്തപ്പോ എന്നൊരു വിളി വിളിച്ചാൽ മലയാറ്റൂർ ചെന്ന് പൊന്നും കുരിശും കണ്ട് മുത്തി ഇങ്ങോട്ടിറങ്ങി ഇവിടെ തിരിച്ചു വരുന്നിടം വരെ മനസ്സവിടെയാണ്. ഇതാ നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. ഈ ലോകത്തിൽ തന്നെയാണ് നമ്മളായിരിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിൻ്റെ മായകളിൽ കുടുങ്ങാനുള്ളവരല്ല, പ്രത്യുത സ്വർഗോന്മുഖമായി തീർത്ഥാടനം ചെയ്യുന്നവരാ നമ്മൾ സ്വർഗോന്മുഖമായിട്ട് തീർത്ഥാടനം ചെയ്യുക. ഈ ലോകത്തിൻ്റെ ഒരിടത്തേക്ക് നമുക്ക് നമ്മുടേതായ ഒരു ഒട്ടിച്ചേരലില്ല. സ്വർഗത്തിലേക്ക്, ദൈവപിതാവിൻ്റെ പക്കലേക്ക്, ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് തിരുസഭ എന്ന മാർഗത്തിലൂടെ തിരുസഭ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. സഭയിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് തീർത്ഥാടക സഭ. ഇനി രണ്ടാമതാണ് വിജയസഭ, അഥവാ ഈ തീർത്ഥാടനം അതീവ ഭംഗിയായി പൂർത്തിയാക്കിയവർ. അവരാണ് നമ്മൾ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് എപ്പോഴും വന്ദിച്ച് സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിജയസഭയിലുള്ളവർ, അഥവാ സ്വർഗീയ ഗണം, സ്വർഗീയ യെരൂശലേം എന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥ. മൂന്നാമതൊന്നുകൂടെയുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക്. ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തു, ഇല്ലത്തൊന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തൊ തെറ്റിയില്ല എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് മരിക്കുകയും ചെയ്തു. സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് സഹനസഭ അഥവാ ശുദ്ധീകരണ സ്ഥലം. ഈ 3 സഭകളും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് അല്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എത്താനുള്ളതല്ല. ശുദ്ധീകരണ സ്ഥലത്തിൽ കുറ്റിയടിച്ച് താമസിക്കാമെന്ന് വിചാരിക്കണ്ട. അവിടുന്ന് കാലത്തിൻ്റെ തികവിൽ നമ്മൾ എങ്ങോട്ട് പോകും? സ്വർഗീയ സഭയിലേക്ക് പോകും. ഈ സ്വർഗീയ സഭക്കാരും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താ? നേരത്തെ നമ്മൾ കണ്ടു. സ്വർഗീയ സഭയിലായിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ സജീവ മാതൃകകൾ മാത്രമല്ല, അവര് ഏതൊക്കെ വിധത്തിലാണോ അവരുടെ കൃപ ഉപയോഗിച്ചത് അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ കൃപ ഉപയോഗിക്കാൻ അവർ നമ്മളെ പഠിപ്പിക്കും. ഉദാഹരണത്തിന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇല്ലാത്ത പ്രത്യേകിച്ച് ആണുങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. പെണ്ണുങ്ങൾക്കും അറിയാം. കൊത്തങ്കല്ല് കളിക്കാൻ നിങ്ങൾ ആരുടെ അടുത്താണ് പഠിച്ചിട്ടുണ്ടാവുക? കൊത്തങ്കല്ലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, എങ്ങനെ പൊന്തിച്ചിട്ട് കല്ല് പിടിക്കുന്നത്. മൂത്ത ചേച്ചി പഠിപ്പിച്ചു തന്നു. അല്ലെങ്കിൽ തെറ്റാലി കൊണ്ട് തെറ്റാൻ, അല്ലെങ്കിൽ ഓലപ്പന്ത് കെട്ടാൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ചേട്ടായിയോട് പറഞ്ഞു എനിക്കൊരു ഓലപ്പന്തിൻ്റെ നീ 2 ഓലയും എടുത്തോണ്ട് വാ. പിന്നെ ഭയങ്കര മൈസറിട്ട് മാതിരിയായിരിക്കും പറയുന്നത്. ഉടനെ വന്നു, ഓല എടുത്തോണ്ട് വന്നു, അതിങ്ങോട്ട് ചെയ്യ്, ഇതിങ്ങോട്ട് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഓലപ്പന്ത് പഠിപ്പിച്ചു, കൊത്തക്കല്ല് പഠിപ്പിച്ചു, നമ്മളെ സകല കളികളും അല്ലെങ്കിൽ വീണ്ടതെല്ലാം പഠിപ്പിച്ചു. ഇതുപോലെ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, നമ്മളൊന്ന് ചോദിച്ചാൽ മതി, വിശുദ്ധർ തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണോ വിശുദ്ധി കൈവരിച്ചത് ആ സൂത്രം പറഞ്ഞു തരും. അതേ ചോദിക്കാവുള്ളൂ, അതല്ലാണ്ട് വേറൊന്നും ചോദിച്ചേക്കരുത്. തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണോ അവർക്ക് കിട്ടിയ കൃപയെ സമർത്ഥമായി അവർ വിനിയോഗിച്ചത് ആ സൂത്രം പറഞ്ഞു തരും. ഉദാഹരണത്തിന് വിശുദ്ധ അൽഫോൻസാമിയോട് നമുക്ക് ചോദിക്കാനുള്ളത് എന്താ? പാവം, മെട്രിക്കുലേഷൻ്റെ താഴെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ MSW റാങ്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുക അതിൻ്റെ ഫുൾ ഫോം എന്താ കൊച്ചെന്ന് ചോദിക്കും. അതറിയാൻ മേല അല്ലേ? അവരോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്,
എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ എൻ്റെ പൊന്നുംകൊടത്ത് അൽഫോൻസാമയെ എങ്ങനെയാ ജീവിതത്തിലെ വിശുദ്ധിയിലേക്കുള്ള ചാലുകളാക്കുന്നത്? പറഞ്ഞു തരും. കാരണം ആ പാവം കന്യാസ്ത്രീക്ക് അതേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. സ്വന്തം ജീവിതത്തിലുണ്ടായിരുന്ന അനേകം രോഗങ്ങളെ കർത്താവിന് സുരഭിലമായ ഒരു കാഴ്ചയായി കാണിക്ക വെച്ചതാ അവര്. അങ്ങനെയാ വിശുദ്ധിയിലേക്ക് അവർ വന്നത്. കുടുംബ ജീവിതത്തിന്റെ കണ്ണുനീരെങ്ങനെയാ തമ്പുരാന് കാഴ്ചവെക്കുന്നതെന്ന് വിശുദ്ധ അൽഫോൻസായോട് ചോദിക്കുക, പറഞ്ഞു തരും. അനുദിന ജീവിതത്തിലെ വ്യഗ്രതകളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും എങ്ങനെയാണ് എൻ്റെ തമ്പുരാനെ പ്രതി സഹിക്കുന്നതെന്ന് ചോദിക്കെ, പറഞ്ഞു തരും. അവർക്കതറിയാം. അതറിയാവുന്നവരോട് ചോദിക്കണം. അതുകൊണ്ട് തന്നെ അവരോടുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ട്. കാരണം ആ ഒരു വിദ്യയെ ഈ പാവം കന്യാസ്ത്രീക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. അനേകർക്ക് ഉദരരോഗം വന്നു. പക്ഷേ അവരാരും ഇങ്ങനെ മഹത്വീകൃതമായ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടില്ല. കാരണം ഇവൾ തൻ്റെ ജീവിതത്തിൽ സമർത്ഥമായി ദൈവം ചൊരിഞ്ഞ കൃപയെ വളരെ കൃത്യമായി ഉപയോഗിച്ചു. അങ്ങനെ ലക്ഷ്യത്തിലെത്തി. ഇത് ഓരോരുത്തരുടെ കാര്യത്തിലും ബാധകമാണ്. നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഒക്കെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. എന്താ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ? അതിൻ്റെ പ്രത്യേകത എന്താ? എല്ലാവർക്കും പേടിയാത്രേ സെബസ്ത്യാനോസിനെ. കാരണം എന്താ വെച്ചാൽ പഞ്ഞം പട വസൂരി, പ്രത്യേകിച്ച് വസൂരിക്കെതിരായിട്ട് വളരെ പ്രകടമായിട്ട് മധ്യസ്ഥ ശക്തി ഉണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയല്ല, ഉണ്ടെന്ന് തന്നെ തറപ്പിച്ച് പറയും. പക്ഷേ ഒരു വസൂരിയിൽ ഒതുക്കി നിർത്തല്ലേ ആ പാവം മനുഷ്യനെ. കാരണം അതല്ല, വസൂരി പിടിച്ചവനെ ചിലപ്പം അദ്ദേഹം മധ്യസ്ഥത്താൽ ഉണ്ടാകണം. കാരണം അതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ദൗത്യമായിട്ട് നമുക്ക് അവസാനം പറയുമ്പോൾ അത് ബോധ്യമാവും. ആരായിരുന്നു അദ്ദേഹം? സെബസ്ത്യാനോസ്. ഡയക്ലീഷ്യൻ്റെ കാലത്തെ ഒരു റോമ യുവാവ്. അതിൽ കവിഞ്ഞ് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വന്തം ജീവിതത്തെ ഡയക്ലീഷ്യൻ്റെ പട്ടാളത്തിന് വേണ്ടി സമർപ്പിച്ചവനാണ് അദ്ദേഹം. ഒരു യോദ്ധാവായിരുന്നു. എന്തിനാ ഈ യോദ്ധാവിൻ്റെ വേഷം തെരഞ്ഞെടുത്തത്? അന്നത്തെ തടവറകളിൽ 2 കൂട്ടരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ക്രിസ്തുനാമത്തിൽ സഹിക്കുന്ന ക്രിസ്ത്യാനികൾ. 2, ക്രിസ്തുവിനെ അറിയാത്തതിനാൽ തെറ്റ് ചെയ്തിട്ട് തടവറയിലായിരിക്കുന്നവർ. ഈ 2 പേർക്കും സമാശ്വാസത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ദൂത് ആവശ്യമുള്ളതിനാൽ അയാൾ ഒരു പട്ടാളക്കാരനായി നല്ല 1-ാം തരം പ്രകടനം കാഴ്ചവെച്ചു. രാജാവിൻ്റെ പ്രത്യേക സമ്മതപ്രകാരം ജയിൽ വിചാരിപ്പുകാരനായപ്പം സ്വന്തം തനിനിറ പുറത്തെടുക്കാൻ തുടങ്ങി. പിന്നെ എപ്പോൾ വേണേലും കുറ്റവാളികളുടെ അടുത്ത് പോകാം, പിന്നെ എപ്പോൾ വേണേലും ക്രിസ്ത്യാനികളുടെ അടുത്ത് പോകാം. അവരെ ആശ്വസിപ്പിച്ചു, മാനസാന്തരപ്പെടുത്തി. ജയിലറകൾ പാപസങ്കീർത്തന വേദികളാക്കി, ജയിലറകൾ കീർത്തനങ്ങളാൽ മുഖരിതമാക്കി. ഇതെവിടുന്ന ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. തർക്കുത്തീസ് എന്ന മതദ്രോഹി ഒറ്റിക്കൊടുത്തു. ഇതിൻ്റെ മുഴുവൻ കാരണവും ഈ പറയുന്ന സെബാസ്റ്റ്യനാണ്. അമ്പെയ്തു മരിച്ചെന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ചു. മതദ്രോഹികൾ അമ്പെയ്ത്, രാജാവിൻ്റെ കൽപ്പന പ്രകാരം അമ്പെയ്ത് മരിച്ചെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച അയാളെ കൊണ്ടുപോയി ഒരു രഹസ്യ സങ്കേതത്തിൽ ഒരു പാവം ഭക്തസ്ത്രീ ശുശ്രൂഷിച്ചു. നന്നായി, ശരീരമൊക്കെ നന്നായി. ശരീരം നന്നായാൽ ഈ കിട്ടിയിടത്തോളം കിട്ടിയില്ലേ, വീട്ടിൽ കുത്തിയിരിക്കാൻ മേലെ എന്ന് നമ്മൾ ചോദിക്കും. പറ്റുകയില്ല. വേച്ച് വീണ്ടും ഡയക്ലീഷ്യൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, എന്നെന്നും ജീവിക്കുന്നവനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, നീ ഇത് നിർത്തുക. ക്രിസ്തുവിനെ രാജാവും നാഥനുമായി അംഗീകരിക്കുക. ആ നിമിഷത്തിൽ ഗതയെടുത്തിട്ട് തല തല്ലി പൊട്ടിക്കുവോളം കണ്ടോണ്ട് നിന്നു. തല തല്ലി പൊട്ടിച്ചു, അടിച്ച് അദ്ദേഹത്തെ വകവരുത്തി. തീർന്നു. ഇത്രയേ ഉള്ളൂ സെബാസ്റ്റ്യൻ്റെ ജീവിതം. ഒന്ന് മാത്രം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്തു വില കൊടുത്തും കർത്താവിൻ്റെ സുവിശേഷം മതിലുകൾക്കുള്ളിൽ എത്തിക്കാനുള്ള കൃപയാണ് നിനക്ക് വേണ്ടതെങ്കിൽ സെബസ്ത്യാനോസിനോട് പറയുക, മതിലുകൾക്കുള്ളിൽ എത്തപ്പെടാത്തിടത്ത്, ജയിലറകൾക്കുള്ളിൽ കഠിന പാപികൾക്ക് വേണ്ടിയുള്ള മാനസാന്തരത്തിന് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതം ആവശ്യമുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസെ എനിക്ക് വഴി കാണിച്ചതാ തരും. കാരണം അദ്ദേഹത്തിന് അതേ അറിയുള്ളൂ. എളിമയാണ് വേണ്ടതെങ്കിൽ മാർട്ടിൻ ദി പേറസിനോട് പറഞ്ഞൂടെ? ഏറ്റവും കൂടുതൽ എളിമയുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. വിജ്ഞാനമാണെങ്കിൽ നമുക്ക് വിശുദ്ധ അന്തോനീസിനോട് പറഞ്ഞൂടെ? ഓരോരുത്തരും ഓരോന്നിൽ പ്രഗത്ഭന്മാരാ. നമ്മൾ കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധരുടെ ചരിത്രത്തെ അതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് കാതോരം പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു മനോഹരമായ പൈതൃക സമ്പത്തായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇന്നിപ്പോൾ നമുക്ക് പല ബാലമാസികകളുണ്ട്, TV ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു പാരമ്പര്യമാണ്.
ഓരോ വിശുദ്ധനും എപ്രകാരമാണ് ജീവിച്ചത് എന്ന് അമ്മ പിള്ളേരോട്, വല്യമ്മ മക്കളോട്, അമ്മായി മരുമക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ആ പാരമ്പര്യം ഇല്ലാതെ പോകുന്നത് കൊണ്ട് വിശുദ്ധരുടെ താവഴിയിൽ നടക്കാൻ ആളില്ലാതെ ആകുന്നെങ്കിൽ കുറ്റം പിള്ളേരുടേതല്ല, നമ്മൾ ഓരോരുത്തരുടേതുമാണ്. അപ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മൾ വിശുദ്ധരുമായുള്ള ഐക്യത്തിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം വളരെ സജീവമായ രീതിയിൽ അവരും നമ്മളും തമ്മിലുള്ള ആത്മീയ ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ്. സ്വന്തം പേരിന് കാരണഭൂതരായ വിശുദ്ധരോടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിന് പിന്നെ എന്താ അർത്ഥം? ഞാൻ ഇന്നയാളാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെയായി, അതുപോലെ തന്നെ എനിക്കുമാകണം എന്നൊരു മോഹം നമുക്ക് വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ചുമ്മാ ഒരു തമാശന് പറയാം. ഇതിനകത്തൊരു മാത്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മാത്യൂസിനോട് ഒരു പെങ്കൊച്ച്, വഴി കൂടെ പോകുന്ന ഒരു പെങ്കൊച്ച്, പിന്നെ അവൾക്കൊരു കൊച്ചുണ്ട്, ഒരു വയസ്സുള്ളൊരു കൊച്ചുണ്ട്. മാത്യൂസ് ചേട്ടാ എന്നെ അറിയുമോ? പിന്നെ ഇന്നടത്തെ കൊച്ചല്ലേ? അതെ അതെ അതെ, എനിക്ക് മാത്യൂസ് ചേട്ടൻ്റെ സ്വഭാവവും മാത്യൂസ് ചേട്ടൻ്റെ നടപ്പും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്കൊരു മൂത്ത ആങ്ങളെ പോലെയാണ് മാത്യൂസ് ചേട്ടൻ. ആയിക്കോട്ടെ മോളെ. അപ്പോഴേ മാത്യൂസ് ചേട്ടാ എന്തോ ഞാൻ പോവാ. ഉടനെ പോയി. അപ്പോൾ നമുക്കൊരു മാത്യൂസ് ചേട്ടൻ്റെ ഹൃദയത്തിനകത്തൊരു എന്താ അഭിമാനം, എനിക്കൊരു കൊച്ചുപെങ്ങളും കൂടെ, ഞാൻ അറിയാത്ത ഒരു കൊച്ചുപെങ്ങളെ. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിന്നിട്ട് പറയുക, അതെ മാത്യൂസ് ചേട്ടാ എന്തോ, ചേട്ടനോടുള്ള എൻ്റെ ഇഷ്ടം കാരണം ഞാൻ എൻ്റെ ഈ മോന് മാത്യൂസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മാത്യൂസ് അവിടെ നിൽക്കുമോ, ഒരൊറ്റ ഓട്ടത്തിന് ചെന്നിട്ട് ആ കൊച്ചിനെ കയ്യിലോട്ടിങ് എടുക്കും. ഇതെൻ്റെ മോനല്ലേ, എന്നെ പേരാണോ ഇട്ടിരിക്കുന്നത്? എന്തൊരഭിമാനമായിരിക്കും നിങ്ങൾക്ക്. നിങ്ങളോടുള്ള ആദരവ് കൊണ്ട്, സ്നേഹം കൊണ്ട്, അയൽവക്കത്തെ ഒരു പെങ്കൊച്ച് സഹോദരതുല്യം സ്നേഹിച്ചുകൊണ്ട് അതിൻ്റെ കൊച്ചിന് നിന്റെ പേരിട്ടിരിക്കുന്നു. ആട്ടെ, എൻ്റെ പേരുള്ള വിശുദ്ധന് ഞാനൊരു അഭിമാന കാരണമാണോ? അദ്ദേഹവുമായി ഞാൻ ബന്ധം പുലർത്തിയിട്ടുണ്ടോ? വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയുള്ള വിദ്യകളിലൊന്ന്. ഇതൊന്നും വളരെ അപ്രാപ്യമായ കാര്യങ്ങളൊന്നുമല്ല തിരുസഭ നമ്മളോട് പറയുന്നത്. വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് നമ്മെ ആനയിക്കുക എന്ന് പറഞ്ഞാൽ ഇതും അർത്ഥമാക്കപ്പെടുന്നു. ഇനി മൂന്നാമത്തേത്, വിശുദ്ധിയിൽ വളരണം എന്നുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അത് പറയുമ്പോൾ സ്വർഗഭാഗ്യം എന്നതാണ് എൻ്റെ വിഷയം. പക്ഷേ സ്വർഗഭാഗ്യത്തെ പറ്റി എനിക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ നേരിട്ട് അധികം പരാമർശങ്ങളില്ല. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിക്കുന്ന, ഇപ്പോൾ ഈയിടെയായിട്ട് ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിക്കുന്ന നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങൾക്ക് ചിലപ്പോൾ മങ്ങലേൽക്കുന്നുവോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പുതിയ മാർപ്പാപ്പ എന്താണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെവിയോർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞു വെച്ചു. 46-ാമത്തെ ഖണ്ഡികയിൽ, പ്രത്യാശയിൽ രക്ഷയുടെ 46-ാമത്തെ ഖണ്ഡികയിൽ 2 തരം ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തേത് നരകം സ്വയം ഓപ്റ്റ് ചെയ്തു പോകുന്നവർ. നരകത്തിലേക്ക് ദൈവം തമ്പുരാൻ നമ്മൾ ആരെ ഇടുകയില്ല, അത് പേടിക്കണ്ട. ദൈവമായിട്ട് നരകത്തിൽ നമ്മളെ തള്ളിവിടുകയില്ല, നമ്മളായിട്ട് നരകം സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമത് സ്വർഗഭാഗ്യം, അഥവാ അത് ആദ്യമാണ് സ്വർഗഭാഗ്യം. സ്വർഗഭാഗ്യം, നരകം, ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് കിടക്കുന്നു, അല്ലെങ്കിൽ നാം നരകത്തിലേക്ക് നമ്മെ തന്നെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ള ഒരു പ്രത്യേക നമ്മൾ ആശ്വസിക്കാറുള്ള ഒരു സംഗതി, അവസാനം ചാകാൻ നേരത്ത് എൻ്റെ ദൈവമേന്ന് വിളിച്ചാൽ മതി. ഉവ്വ ഏത് ചാകുന്നതിന് തൊട്ട് മുമ്പായിട്ടേ എൻ്റെ തമ്പുരാനേന്ന് വിളിച്ചാൽ മതി. തമ്പുരാന് ഭയങ്കര കൃപയാണ്, അതുകൊണ്ട് കൃപ കൊണ്ട് മുഴുവൻ ഇങ്ങ് കൊണ്ടുപോകും. അന്നേരം തന്നെ അടിച്ച് ചീട്ടാക്കി ഒരു സ്വർഗത്തിലേക്ക് ഒരൊറ്റ പ്രവേശന പാസും തരും. നിൽക്കട്ടെ, അതിനെ സംബന്ധിച്ച് സ്വന്തം ദുർബലത കൊണ്ട്, സ്വന്തം ജീവിതത്തിലെ ഓരോ മാനുഷികമായ ദൗർബല്യങ്ങൾ കൊണ്ട് സ്വന്തം വിളിക്കനുസൃതമായി പ്രതികരിക്കാൻ വയ്യാതെ പോയ, സാധിക്കാതെ പോയ നമ്മളുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? ആത്മാക്കളുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? മാർപ്പാപ്പ മുന്നോട്ട് വെക്കുന്നത് 2 ചിന്തകളാണ്. 2 ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിക്കുന്ന 2 കാഴ്ചപ്പാട്. ഒരു കാഴ്ചപ്പാടാണ്, അത് 2 തവണ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 3-ാമത് അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ പലതരം പണികളെ കുറിച്ചിട്ട് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. അത് പൗലോസിന്റെ സങ്കല്പമാണ്.
അതാ പൗളിയൻ സങ്കല്പമാണത്. അതായത് പലതരം പണികൾ, ചിലത് വൈക്കോല്, ചിലത് സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാൽ കർത്താവിൻ്റെ ദിനത്തിൽ അത് വെളിവാകും. നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ട്, ഞാൻ പണിയുന്നുണ്ട്, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ കെട്ടിപ്പണിക്കാരനാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് മാതിരി വിശുദ്ധിയിൽ ഞാൻ വളരുന്നുണ്ടോ? അവരെൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ കർത്താവ് എന്നെ നയിക്കുന്നത് പോലെ ഞാൻ ചെല്ലുന്നുണ്ടോ? എൻ്റെ കുടുംബ ജീവിതത്തിലെ, എൻ്റെ വ്യക്തി ജീവിതത്തിലെ തമ്പുരാൻ കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധിയും കൃപയും അതുപോലെ നമ്മുടെ നീതിയും ഞാൻ പ്രകടമാക്കുന്നുണ്ടോ? ഇതാ ചോദ്യം. ഉണ്ടെങ്കിൽ ഞാൻ മിടുക്കൻ, ഇല്ലെങ്കിൽ എൻ്റെ പണിക്കെട്ടുകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ വളരെ മങ്ങിയ തോതിലേ എനിക്ക് കൃപയെ സ്വീകരിക്കാൻ കഴിഞ്ഞുള്ളെങ്കിൽ എൻ്റേത് പുല്ല, വൈക്കോല, തടിയ, അഗ്നി വരുമ്പോൾ കത്തിപ്പോകും. അങ്ങനെ സ്വന്തം ജീവിതത്തിലെ കെട്ടുപണികളിലെ പോരായികയെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് അനുതപിച്ചുകൊണ്ട് കാലത്തിനടുത്ത പ്രവാസം ഏറ്റുവാങ്ങുകയാണ് ശുദ്ധീകരണ സ്ഥലം. അതൊരു താൽക്കാലികമായ പ്രവാസമാണ്. അത് കഴിഞ്ഞാൽ സ്വർഗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കും. എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, 47-ാമത് ഖണ്ഡികയിൽ ബെനത്തോസ് 16-ാമൻ തിരുമേനി പറയുന്നൊരു കാര്യമുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ, ചില ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഈ ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി ക്രിസ്തുവാണ് നമ്മൾ ആ അഗ്നിയായിട്ട് കാണുന്നത്. നമ്മൾ മരിച്ചതിന് ശേഷം ഉടയതമ്പുരാനെ കാണുന്ന നിമിഷത്തിൽ നമ്മുടെ പണിക്കെട്ടുകളുടെ, നമ്മുടെ ജീവിതത്തിലെ വ്യർത്ഥതകളുടെ പൊള്ളതര നമുക്ക് ബോധ്യമാവുക. നമ്മൾ ഉരുകി പോവുക ചെയ്യുന്നത്. എൻ്റെ തമ്പുരാനെ, നിന്റെ മുമ്പാകെയല്ലേ ഞാൻ ഈ മണ്ടമ്പണിയൊക്കെ ചെയ്തു കൂട്ടിയത്, നിന്നെ കളിപ്പിക്കാന്നല്ലേ ഞാൻ വിചാരിച്ചത്, ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാമെന്ന് ബാക്കി എല്ലാവരെയും ബോധ്യപ്പെടുത്തി, നിന്നെ ബോധിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ തമ്പുരാനേ എന്നുള്ള വിളിയുണ്ടല്ലോ, ആ വിളിയാ ഉരുകുന്ന അഗ്നി. ക്രിസ്തുവാകുന്ന ആ മഹാപ്രഭാവത്തിൽ നമ്മൾ ഉരുകി ഒലിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, നമ്മുടെ ജീവിതത്തിലെല്ലാം നാം പണിതുയർത്തിയത് വൈക്കോലാണെന്ന്, വെറും പൊങ്ങച്ചമാണെന്ന് തെളിയുകയും വീണുപോവുകയും ചെയ്തേക്കാം. ആ നിമിഷത്തിൽ നമ്മൾ പരിഭ്രമിച്ചേക്കാം. എൻ്റെ തമ്പുരാനെ, മഹാപ്രഭയായിരിക്കുന്ന അങ്ങയുടെ മുമ്പാകെ ഈ അഭിശപ്ത ജീവിതം എന്ത് എന്ന് ചോദിച്ചുരുകുന്നതാണത്രേ ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അനുഭവം. പക്ഷേ ഇത് രക്ഷാകരമാണ്. ആ ഉരുക്കം നമ്മളെ വേദനയിലേക്കല്ല, നമ്മളെ നാശത്തിലേക്കല്ല, കൃപയിലേക്കാണ് നയിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയെ മാത്രമാണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ നമ്മുടെ ചെയ്തികൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാന്ന് വരും. എന്നാൽ ദൈവത്തിന് നീതിയുണ്ട്, ദൈവം ചെയ്യുന്നതിനെല്ലാം പകരം ചെയ്യും എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. എൻ്റെ തമ്പുരാൻ ഏതായാലും എനിക്ക് നരകമാണെന്ന് പറയും. അപ്പോൾ കൃപയും നീതിയും ഒരുമിച്ചുള്ളതാ ദൈവം. ആ നീതി നടപ്പിലാകുന്നതുവരെ നമുക്ക് താൽക്കാലിക വിപ്രവാസമാണെങ്കിൽ അതിനുശേഷം അവിടുത്തെ കൃപയാൽ നാം സ്വർഗഭാഗ്യത്തിലേക്ക് ആകുന്നു. ഇവിടെയാണ് വളരെ പ്രസക്തമായ ഒരു കാര്യം. എന്തിനാ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ നിശ്ചയമായി നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ സഹായിക്കാൻ കഴിയും. രണ്ട് വിധത്തിലാണ് നമുക്ക് കഴിയുന്നത്. ഒന്ന്, നമ്മൾ നമ്മുടെ വീടുകളിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ വിശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ നടത്താത്തിടത്തോളം കാലം നമ്മുടെ പിള്ളേർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയ സംഗതി. നമ്മുടെ പിള്ളേർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. ഇത്ര ഭീകരമാണ് നമ്മുടെ കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഒരു കുറച്ച് നാൾ മുമ്പ്. ഒരു വീട്ടിലൊരാൾ മരിച്ചുപോയി, വലിയ മുതലാളിയാണ്. അപ്പോൾ അയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്. ആ സമ്പത്തിൽ കുറേ ബാങ്കിലാണ് കിടക്കുന്നത്, പല ബാങ്കുകളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ബാങ്കിലത്തെ പൈസ സെറ്റിൽ ചെയ്യാൻ വേണ്ടി, അഥവാ ആ പൈസ അനന്തരാവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാനാണ് അവിടുന്ന് വിളിച്ചു ചോദിച്ചത്. അതെ, അപ്പോൾ അങ്ങോട്ട് വിളിച്ചു, എനിക്ക് ഈ ആൾ മരിച്ച ദിവസം എന്നാന്നുള്ളത് അറിയണം, മരിച്ച ദിവസം എന്നാന്നുള്ളത് അറിയണം, അപേക്ഷയിൽ എഴുതണം. അപ്പോൾ എനിക്കറിയാമല്ല, അടുത്ത കാലത്താന്ന് മാത്രമേ അറിയാം. ഒരു 41 ആയിട്ടില്ല കേട്ടോ, അതിന് മുമ്പാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം ഡോക്ടർ മോളാണ് എടുത്തത്. ഡോക്ടറാണ് മോള്, അവളാണ് എടുത്തത്. എടുത്തിട്ട് ഞാൻ ചോദിച്ചു, ആരാ, ഇന്ന ആളാണോ? ആ അപ്പോൾ ഡോക്ടറല്ലേ? അതെ അതെ അതെ. എപ്പോഴാണ് വന്നത്? ഞാൻ ഇത്ര ദിവസമായി വന്നത്. അപ്പോഴേ പപ്പ മരിച്ചിട്ട്, പപ്പ എന്നായിരുന്നു മരിച്ചത്? വളരെ അത്ഭുതകരമായൊരു സംഗതി അപ്പം നടന്നു. അവൾ ആ ഫോണിൻ്റെ മൗത്ത് പീസ്, സംസാരിക്കുന്ന ഭാഗം ഒന്ന് അടയ്ക്കുക പോലും ചെയ്യാതെ ഒരൊറ്റ ചോദ്യ, മമ്മി
പപ്പയുടെ എക്സ്പയറി ഡേറ്റ് എന്നാ? ഡേറ്റ് ഓഫ് എക്സ്പയറി, മരിച്ച ദിവസം എന്നാന്ന്. 41 തികഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത് വന്ന എൻ്റെ സഹപ്രവർത്തകനോട് 2 ചാട്ടം. അപ്പൊ അവൻ ചോദിച്ചു, എന്നോട് എന്തിനാ ചാടുന്നത്? ആ പെണ്ണിനോട് ചാടിയാൽ പോരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ പെണ്ണിനോട് ചാടിയാൽ അവൾ തിരിച്ചു വല്ലതും പറയും, തന്നോടാണ് പിന്നെ പറയൊന്നുമില്ലല്ലോ, ആരോടേലും ചാടിയില്ലെങ്കിൽ ഈ കലി തീരുകയല്ലാഞ്ഞിട്ടാന്ന് പറഞ്ഞു. സത്യം. നമ്മുടെ ജീവിതത്തിൽ അഭിമാനകരമായ ഒരു ക്രൈസ്തവ പാരമ്പര്യം ഉണ്ടായിരുന്നു. അന്യം നിന്നോന്ന് ചങ്ക കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. മരിച്ചുപോയ ആളുകളുടെ ആത്മീയ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ എങ്ങനെ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കും? എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കാനുണ്ടാകും? അതുകൊണ്ട് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ 2ാമത്തെ പടിയായ വിശുദ്ധരുടെ ഐക്യം എന്നത് പ്രകടമാക്കേണ്ടത് നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനകളിലാണ്. വീട്ടിലുള്ള ചാച്ചനും അമ്മയ്ക്കും മരിച്ചുപോയ ചേട്ടനും ചേട്ടത്തിക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധരുടെ ഐക്യമാണ് നമ്മുടെ ചർച്ച. ആരും പ്രാർത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന സകല ആത്മാക്കൾക്ക് വേണ്ടിയും ഹൃദയവേദനയോടുകൂടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആരും പ്രാർത്ഥിക്കാനില്ലാതെ, എൻ്റെ തമ്പുരാനെ ആരും ഓർക്കാനില്ലാതെ, ആരും ആ പേര് പോലും ഓർക്കാനില്ലാത്ത എത്രയോ പേരുണ്ടാകും. അവർക്ക് വേണ്ടി ഞാനിതാ പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് തമ്പുരാന്റെ മുമ്പാകെ അവകാശത്തോടു കൂടെ പറഞ്ഞാൽ അവർ സ്വർഗഭാഗ്യത്തിലെത്തുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാരാന്ന് അവർ നോക്കും. കൃപയ്ക്ക് മേൽ കൃപയും വിശുദ്ധിയുടെ മേൽ വിശുദ്ധിയും നമുക്ക് സ്വായത്തമാകാൻ വേണ്ടി നാം സഭകൾ തമ്മിലുള്ള ഐക്യത്തെ നിലനിർത്തുക. ഒന്ന്, ഈ സഭയിൽ, തീർത്ഥാടക സഭയിൽ സകലരോടുമുള്ള ഐക്യത്തെ നിലനിർത്തുക. റോമ പാപ്പ മുതൽ സകലരോടുമുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ നിലനിർത്തുക. 2, വിജയസഭയിലുള്ളവർക്ക് നമ്മൾ വിജയസഭയിലുള്ളവയിൽ നിന്ന് മാതൃകയും മധ്യസ്ഥവും സ്വീകരിക്കുക. 3ാമതായി സഹനസഭയിലുള്ളവർക്ക് വേണ്ടി നമ്മൾ അവിരാമം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അത് സഭാപരമായ കാര്യങ്ങൾ. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഞാൻ തറപ്പിച്ച് പറയുന്നു, മനോഭാവമാണ് പ്രധാനം. മനോഭാവത്തിൽ നിന്നാണ് സകലതും ഉത്ഭൂതമാകേണ്ടത്. എൻ്റെ ദൈവവുമായിട്ട് ഒരാത്മീയമായ ബന്ധം എനിക്ക് സ്ഥാപിക്കാൻ കഴിയാത്തിടത്തോളം കാലം എൻ്റെ പ്രവർത്തികൾ മുഴുവൻ മൂഢവും വന്ധ്യവുമായിരിക്കും. അഥവാ എൻ്റെ പ്രവർത്തികൾ നയിക്കപ്പെടേണ്ടുന്നത് അവ ആരെങ്കിലുമൊക്കെ അനുശാസിച്ചു പോയി എന്നതുകൊണ്ട്, ഗതികേട് കൊണ്ട് അനുസരിക്കുകയല്ല. പ്രത്യുത എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് ഞാൻ ഇപ്രകാരം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ആത്മബോധത്തോടു കൂടെ നാം തിരുസഭയെ, നമ്മുടെ ജീവിതത്തിലെ നിയമങ്ങളെ, ധാർമ്മികതയെ അനുസരിക്കുവാൻ നമ്മൾ നമ്മൾ മുതിർന്നാൽ, വിശുദ്ധീകരണത്തിലേക്കുള്ള പടികളിലേക്ക് നമ്മൾ ഒന്നൊന്നായി ചവിട്ടിക്കയറിയാൽ നിശ്ചയമായും അത് നമുക്ക് സ്വായത്തമാക്കാവുന്നതേ ഉള്ളൂ. അവസാനമായി എൻ്റെ വിഷയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ് സ്വർഗം എന്നത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയങ്ങളിൽ പ്രവേശിച്ചിട്ടുമില്ല. ഒരിക്കൽ ഒരു നവദമ്പതിമാർ എന്നോട് സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ആ ഭർത്താക്കന്മാർക്കും ഭർത്താവിനും ഭാര്യയും, ഭാര്യയ്ക്ക് ഭർത്താവിനെയും തിരിച്ചറിയാവോ സ്വർഗത്തിൽ വെച്ചിട്ട്? ഞാൻ കുറച്ചു നേരം ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു, സാധ്യതയില്ല. അതെന്നാ ഇല്ലാത്തതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ആർക്കും ഭാര്യമാരായിരിക്കുന്നുമില്ല, ഭർത്താക്കന്മാരായിരിക്കുന്നുമില്ല. ഈശോ മിശിഹാ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അയ്യോ, ഇവളെ തിരിച്ചറിയാത്ത ഒരു സ്വർഗം. കല്യാണം കഴിച്ചടക്കാം, അതുകൊണ്ടാ. കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവൻ പറയും, അവൾ അവിടെയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നോളാം, നരകത്തിലാണെങ്കിലും വന്നോളാം. ഇപ്പം ആദ്യകാലത്തായതുകൊണ്ട് ആ മൂച്ചിന് പറഞ്ഞു തന്ന് കൂട്ടിക്കും. ഇവളെ തിരിച്ചറിയാൻ കഴിയാത്തൊരു സ്വർഗം. പക്ഷെ അതെന്നെ സ്വാധീനിച്ചു. നമുക്ക് ചിന്തിക്കാവുന്ന സ്നേഹത്തിനൊരു പരിധിയുണ്ട്. മനുഷ്യന് അവൻ മനുഷ്യനായിരിക്കെ, ജഡത്തിലായിരിക്കെ ചിന്തിക്കാൻ കഴിയുന്ന സ്നേഹത്തിനൊരു പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സ്നേഹമാണ് ദൈവം. അതുകൊണ്ട് തന്നെ ഈ ചെറിയ സ്നേഹങ്ങളെല്ലാം വലിയ സ്നേഹത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയങ്ങളിൽ പ്രവേശിച്ചിട്ടുമില്ല, വിശുദ്ധ പൗലോസ് പറഞ്ഞതാ. ഇനി സ്നേഹത്തെക്കുറിച്ച് അത്യുത്കൃഷ്ടമായ ഒരു ഗാഥ പാടിയതിന് ശേഷം വിശുദ്ധ പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത് വാക്യം ഇപ്രകാരമാണ് ഉപസംഹരിക്കുന്നത്: സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, അസൂയപ്പെടുന്നില്ല, കലഹിക്കുന്നില്ല, കോപിക്കുന്നില്ല, തിന്മയായത് പ്രവർത്തിക്കുന്നില്ല, വ്യർത്ഥത നിരൂപിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു വന്ന് അവസാനം അദ്ദേഹം പറയുന്നു, ഇപ്പോൾ നാം
കണ്ണാടിയിൽ എന്ന പോലെ അവ്യക്തമായി കാണുന്നു. ഒട്ടനെ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കേണ്ടതാ, കണ്ണാടി നമുക്ക് കൃത്യമായിട്ട് കാണാൻ മേലേ, പിന്നെ എന്തിനാ അവ്യക്തമായിട്ട് കാണുന്നത്? അതറിയണം എന്നുണ്ടെങ്കിൽ റോമാക്കാരൻ്റെ കണ്ണാടി എന്താന്ന് നമ്മൾ അറിയണം. അവർ കണ്ണാടി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ആറന്മുള കണ്ണാടി അന്തകാലത്തെ ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. നല്ല ഒന്നാം തരം കണ്ണാടി, രോമത്തിൻ്റെ കുഴി പോലും കാണാവുന്ന കണ്ണാടി. അവർക്കത് അറിയത്തില്ലായിരുന്നു. അവരെന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ഒന്നാം തരം വെള്ളോടിൻ്റെ തകിടില്ലേ, വെള്ളോടിൻ്റെ തകിട് ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് ഏറ്റവും നന്നായിട്ട് കാണാവുന്ന മാതിരി, എന്നാലും അതിനുണ്ടാകും അവ്യക്തത ഇല്ലേ. ഇപ്പം എത്ര നന്നായിട്ട് കിണ്ടി തേച്ചാലും നമുക്ക് മുഖം കാണാം, പക്ഷെ എന്നാലും അതുകൊണ്ട് നമുക്ക് കണ്ണെഴുതാനൊന്നും പറ്റുകയില്ല. അപ്പം ഏറെക്കുറെ ഒരു മങ്ങിയതായിട്ടേ അവർക്ക് കണ്ണാടി കണ്ടുവിടൂ. അപ്പം അദ്ദേഹം പറയുന്നത് ഇതാണ്, നമുക്ക് ചിന്തനീയമായ രീതിയിൽ ഇപ്പം നമുക്കറിയാൻ കഴിയുന്നു, എന്നാൽ അപ്പം നമ്മൾ കുറച്ചേ അറിയുന്നുള്ളൂ. എന്നാൽ അപ്പോൾ നമ്മൾ പൂർണ്ണമായി മുഖത്തോട് മുഖം കാണുന്നത് മാതിരി നമ്മൾ ദൈവത്തെ അറിയും. ഇപ്പോൾ ദൈവം എന്നെ അറിയുന്നത് പോലെ അന്ന് ഞാൻ ദൈവത്തെ അറിയും. അത് നമ്മുടെ ആത്മാവിൻ്റെ ലക്ഷ്യവും നമ്മുടെ സൃഷ്ടിയുടെ പരമോന്നതമായ ലക്ഷ്യവുമാണ്. അതാ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെയും പരമസ്നേഹമായ ദൈവത്തിങ്കൽ ലയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ ഉന്നതമായതിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ലക്ഷ്യത്തിന് ചേരാത്തതൊന്നും അവശേഷിക്കാൻ പാടില്ല. ഈ ലക്ഷ്യത്തിന് ചേരുന്നതെല്ലാം മുറുകെ പിടിക്കുകയും വേണം. വിശുദ്ധി, വ്യക്തിപരമായ വിശുദ്ധി, അപരനോടുള്ള സ്നേഹം, സഭയോടുള്ള ഐക്യം, വിശുദ്ധരോടുള്ള പ്രാർത്ഥനകൾ, വിശുദ്ധരുടെ ഐക്യം, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രാർത്ഥനയാൽ സഹായിക്കുക എന്നിവയിൽ അനുനിമിഷം വളരുന്നവൻ സാക്ഷ്യത്തിൻ്റെ മേഖലയിലായിരിക്കും. നിശ്ചയമായും കാലത്തിൻ്റെ തികവിൽ അവൻ സ്വർഗഭാഗ്യത്തെ കരഗതമാക്കുകയും ചെയ്യും. എന്നെയുള്ളം കയ്യിൽ കാത്തിടുന്ന ദൈവം, എന്നും എന്നും എൻ്റെ നല്ല ദൈവം. എൻ്റെ പാദം കല്ലിൽ തട്ടിയുടയാതെ എന്നെ കാക്കും നല്ല ദൈവം. എന്നെയുള്ളം കയ്യിൽ കാത്തിടുന്ന ദൈവം, എന്നും എന്നും എൻ്റെ നല്ല ദൈവം. എൻ്റെ പാദം കല്ലിൽ തട്ടിയുടയാതെ എന്നെ കാക്കും നല്ല ദൈവം.